ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫാഷൻ. ഇന്ന് ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഫ്രോക്കിൻ്റെ ഒക്കെ മേക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടോ, മട്ടൺ പഫ് സ്ലീവൊക്കെ വന്നിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു കട്ടൊക്കെ വന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ നോക്കാം. ഞാനിവിടെ 1 മീറ്റർ നെറ്റ് ഫാബ്രിക് ഇതുപോലെ വർക്ക് വരുന്ന ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാബ്രിക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ 1 മീറ്റർ സാറ്റിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ലൈനിങ്ങിനായിട്ട്. നിങ്ങൾക്ക് ലൈനിങ്ങിന് സാറ്റിൻ ഫാബ്രിക്കോ ക്രേപ്പ് ഫാബ്രിക്കോ കോട്ടൺ ഫാബ്രിക്കോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ സാറ്റിൻ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക് ഞാനിവിടെ 6 മീറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. 6 മീറ്റേഴ്സിൽ 1.5 മീറ്റർ നമ്മുടെ ബാക്കിലേക്ക് ഒരു ടെയിൽ വരുന്നുണ്ട് ഈ ഫ്രോക്കിൽ. അപ്പോൾ അതും കൂടെ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാലൻസ് ഉള്ള ഫാബ്രിക്കിലാണ് നമ്മൾ ഫ്ലെയറൊക്കെ കട്ട് ചെയ്യേണ്ടത്. ഞാനിതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രോക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫസ്റ്റ് ലെയർ വരുന്നത് വർക്കുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ അതിന് താഴെയായിട്ടാണ് നമുക്ക് കുറച്ച് ഫ്ലെയറിൽ തന്നെയാണ് ഇത് തരേണ്ടത്. ഞാനിതിൻ്റെ സൈഡ് എഡ്ജസ് ഉണ്ടല്ലോ, അതിന് വേണ്ടി ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കട്ട് ചെയ്യണം എന്നില്ല കേട്ടോ, ചില ഫാബ്രിക്കിൽ കുറച്ച് വിടുത്തായിട്ട് തന്നെ ഒരു ബോർഡർ പോലെ തന്നെ വരും. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫാബ്രിക്കിൽ അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് വേണ്ടത് 21 ഇഞ്ചസ് ആണ് കേട്ടോ. നമ്മൾ നോർമലി ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സൈസ് 22 ആണ്. പക്ഷേ ഈ ഒരു ബേബിക്ക് 21 മതി എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായി. അപ്പം 21 സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടം പാർട്ടിലേക്ക് 13 ഇഞ്ചസ് പ്ലസ് 3 ഇഞ്ച് നമ്മളെ ബോണിങ് നെറ്റ് വെക്കേണ്ടതും കൂടി ഉണ്ട്, അതും കൂടി എടുക്കണം. അപ്പോൾ 16 ഇഞ്ചസാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ബാലൻസ് ഉള്ള ഫാബ്രിക് ഞാൻ ഇതുപോലെ 3 ഇഞ്ചസിൻ്റെ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ടെയിലിൽ ഫ്രില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ടെയില് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ബാലൻസ് ഉള്ള ഫാബ്രിക്കിൽ അതൊന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഫാബ്രിക് മാത്രം പോരാ നമ്മൾ ടെയിൽ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് സാറ്റിൻ ഫാബ്രിക് കട്ട് ചെയ്യാം. സാറ്റിൻ ഫാബ്രിക് ഞാനിവിടെ 1 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് നമ്മളെ ബോട്ടം പാർട്ടിലേക്ക് വരുന്ന ലൈനിങ് ആയിരുന്നു. അതാണ് ഫുൾ സർക്കിളിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം 16 ഇഞ്ചസ് ലെങ്ത്തും വിടുത്തും വരുന്ന രീതിയിൽ ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് 16th ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്ക്വയറായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം 16 ഇഞ്ച് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അത് കട്ട് ചെയ്തെടുത്തിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് 3 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തിട്ട് ഫുൾ സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 16 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 13 ഇഞ്ചാണ് ഞാനിവിടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ബോട്ടം പാർട്ടിലേക്ക്. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചസാണ് കേട്ടോ മുകളിൽ വരിക. ഇനി എക്സ്ട്രാ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പ്ലീറ്റ്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ 12 ഇഞ്ചസാണ് കിട്ടുക. ചെറിയൊരു പ്ലീറ്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പം നമുക്കിവിടെ ഫുള്ളായിട്ട് സർക്കിളായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറെ സ്റ്റിച്ച് ചെയ്യൊന്നും വേണ്ട. താഴെ ബോട്ടം പാർട്ടിൽ മാത്രം അതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ടോപ്പിൻ്റെ, അതായത് ഫ്രോക്കിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ലൈനിങ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ലൈനിങ് ആണ് ഇതൊക്കെ കട്ട് ചെയ്യുന്നത്. നമ്മൾ 14 ഇഞ്ച് വിടുത്തും അതുപോലെ തന്നെ 9 ഇഞ്ച് ലെങ്ത്തും വരുന്ന രീതിയിലുള്ള ഫാബ്രിക്സ് ഇതുപോലെ 2 പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സർക്കിൾ കട്ട് ചെയ്തുകൊണ്ട് ബാലൻസ് ഇവിടെയൊക്കെ ഫാബ്രിക്സ് ഉണ്ടാവും. നമുക്കത് ഫ്രണ്ടിലേക്കുള്ള പോർഷൻ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ബാക്കിൽ നമുക്ക് സിപ്പ് വരുന്നതുകൊണ്ട് ഞാനിതുപോലെ ഫാബ്രിക്സ് കട്ട് ചെയ്ത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 4.5 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്തും 5 ഇഞ്ച് നമുക്ക് കൈക്കുഴിയും എടുക്കാം. ഞാനിവിടെ 5 ഇഞ്ച് കൈക്കുഴി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചില ആൾക്കാർ 4 ഇഞ്ച് 4.5 ഇഞ്ച് അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഞാൻ സ്റ്റാൻഡേർഡ് സൈസിൽ ആ ഒരു ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ 5 ഇഞ്ചസ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് ബോഡി കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ചോളം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തും കാര്യങ്ങളൊക്കെ
1 ഇഞ്ചാണ് കേട്ടോ ഞാൻ ഇതുപോലെ ബാക്കും ഫ്രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇനി ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കുറച്ച് പണിയുണ്ട്. ഒന്ന് നമ്മളെ ആം ഹോള് ഒന്ന് ഇതുപോലെ ഒന്ന് 4 ഇഞ്ചോളം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. ഈ ഒരു പാറ്റേണിൽ നമുക്ക് വി നെക്കാണ് ലൈനിങ് പോർഷനിൽ വരുന്നത്. വർക്ക് വരുന്ന മെറ്റീരിയൽ സാധാരണ നോർമലായിട്ടുള്ള സർക്കിൾ സി നെക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഒരു 5.5 ഇഞ്ചസോളം ഇങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത്ത് ലെങ്ത്തൊക്കെ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ ബേബീസിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഞാൻ മട്ടൺ പഫ് സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പാറ്റേണിൽ സാധാരണ സ്ലീവൊക്കെ ചെയ്തിട്ട് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഞാനിവിടെ. അപ്പം ഒന്ന് പാറ്റേൺ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഓൾറെഡി പാറ്റേൺ ഉണ്ട്. ഞാൻ പാറ്റേൺസ് നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് മേക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ 4 ഇഞ്ചസാണ് നമ്മുടെ കൈൻ്റെ ആ ഒരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ ചോക്കിന് പകരം എന്താ യൂസ് ചെയ്യുന്നുള്ളത്. ഞാനിവിടെ നടരാജിൻ്റെ മറ്റേ വൈറ്റ് പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മട്ടൺ പഫ് സ്ലീവിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വർക്ക് വരുന്ന മെറ്റീരിയൽസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഫുൾ സർക്കിളിൽ ഇതുപോലെ ഫാബ്രിക്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഉണ്ടായ ഫാബ്രിക്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ 10 ഇഞ്ച് ആണ് ഫാബ്രിക്സ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് നമ്മളെ ബോണിങ് നെറ്റിൻ്റെ അത് കവർ ചെയ്യുന്ന ആ ഒരു പോർഷൻ വരെ കവർ ചെയ്യുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫുൾ സർക്കിളിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 10 ഇഞ്ച് ലെങ്ത്തും 2 മീറ്ററിനോളം പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിലാണ് അത്രയും ഫ്രില്ലെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹെവി ആയിട്ട് വേണോ അതിനനുസരിച്ചിട്ട് അതെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഗ്യാദേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പ്ലീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 മീറ്റേഴ്സ് വേസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇത്ര വേണ്ട, കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. സ്ട്രെയിറ്റ് കട്ട് ചെയ്യുന്നവർക്ക് സ്ട്രെയിറ്റ് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളെ പെർഫെക്ഷൻ പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നമുക്കിനി നമ്മൾ ടോപ്പ് പോർഷനിലേക്കുള്ള ഫാബ്രിക്സ് കട്ട് ചെയ്തെടുക്കാം. ഈ സെയിം പാറ്റേണിലല്ല നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പോർഷനിലുള്ളത്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. സാധാരണ സി നെക്കാണ് വരുന്നത്. ലൈനിങ്ങിൽ മാത്രമാണ് വൈഡായിട്ടുള്ള വി നെക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴിയൊക്കെ നമ്മൾ സെയിം ഇതിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതൊന്ന് നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ നെക്ക് ഉണ്ടല്ലോ, നെക്ക് നമ്മൾ ഒരു 3 ഇഞ്ചസ് എടുത്തിട്ട് നമ്മൾ സാധാരണ നോർമലായിട്ട് റൗണ്ട് നെക്ക് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെക്കിന് എത്ര ഇറക്കം വേണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. 2 ഇഞ്ചോ 2.5 ഇഞ്ചസോ അങ്ങനെ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് ലെങ്ത് കൂട്ടുകയും ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിവിടെ അതുപോലെ തന്നെ നെക്ക് സാധാരണ നോർമൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ആ ഒരു ഭാഗത്ത് നമുക്ക് പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇത് ആക്ച്വലി നമ്മൾ കസ്റ്റമർ നമ്മൾ സെയിം ചെയ്യുന്ന എപ്പോഴും ചെയ്യുന്ന പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുണ്ടായത്. കസ്റ്റമർ അത് ചെയ്യുമെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു പാറ്റേൺ നമ്മൾ മതിയാക്കി, ഇനി വേറെ ഏതെങ്കിലും പാറ്റേൺ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തു തരാമെന്നുള്ളത്. അങ്ങനെ കസ്റ്റമർ ഒരു റെഫറൻസ് പിക്ക് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുള്ള ഇത് വെച്ചിട്ടാണ് ഈ ഒരു റെഫറൻസ് പിക്കാണ് തന്നിട്ടുണ്ടായത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ലാസ്റ്റ് പറയട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള ഫ്രോക്ക്. ഇനി ബാക്ക് സൈഡിലേക്കുള്ള ഫ്രോക്ക് പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ട് നമ്മൾ സിബ് വെക്കുന്നതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഫാബ്രിക്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോട്ടൺ ഫാബ്രിക്കും കൂടെ സെയിം മെഷർമെൻറ്റ്സിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ പാറ്റേൺസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇൻസൈഡ് വരുന്ന ഫാബ്രിക് നമ്മൾ എല്ലാ സ്റ്റിച്ചസൊക്കെ കവർ ചെയ്യാനാണ് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഡബിൾ ലൈനിങ് എല്ലാ ഫ്രോക്കിലും യൂസ് ചെയ്യാറുണ്ട്. അത് കോട്ടൺ ഫാബ്രിക് യൂസ് ചെയ്യുന്നവർക്ക് കോട്ടൺ ഫാബ്രിക് യൂസ് ചെയ്യാം. നമ്മൾ ക്രേപ്പ് ഫാബ്രിക് ആണെങ്കിൽ ക്രേപ്പ് ഫാബ്രിക് യൂസ് ചെയ്യാം. ആസ് യൂഷ്വൽ നിങ്ങൾ ബഡ്ജറ്റ് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ നമ്മളെ കയ്യിലുള്ളത്. അപ്പം നമ്മൾ നോർമലി വൈറ്റാണ് എടുക്കാറുണ്ടായി. ഇപ്പം സ്റ്റോക്ക് തീർന്നപ്പോൾ ഇപ്പോൾ വന്നത് ഓഫ് വൈറ്റ് ആണ്.
അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മൾ ആ ഒരു ബാക്ക് സൈഡിലേക്ക് വരുന്നതുണ്ടല്ലോ, അതിലേക്ക് ഞാൻ നമ്മുടെ ആ ഒരു പീസ് ഒന്നും കൂടെ ഒരു കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് സെയിം കളറാണെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ സെയിം കളർ എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട, ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഒന്ന് കവർ ചെയ്യുന്നത് വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്തൊക്കെ വീതിയൊക്കെ നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി അതൊന്ന് എടുക്കുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി. പിന്നെ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് കറക്റ്റ് സെയിം കളറിൽ തന്നെ ചെയ്തത്. കാരണം ഫ്രണ്ടിൽ ആ ഒരു ഓപ്പണിങ് പോലെ വരുന്നുണ്ടല്ലോ, ട്രാൻസ്പെറൻറ്റ് ഫാബ്രിക്. അപ്പോൾ അതിങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ ലൈനിങ്ങൊക്കെ കാണുന്നുണ്ട് വൈറ്റ് കളർ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സെയിം കളർ തന്നെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റും. നമ്മൾ നോർമലി എല്ലാ ഫ്രോക്കിലും വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്നർ ലൈനിങ്സൊക്കെ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഇതുപോലെ കളേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളെ നെറ്റ് ഫാബ്രിക്കിലേക്ക് നമുക്ക് ഇതുപോലെ 3 ഇഞ്ചസിൻ്റെ ബോണിങ് നെറ്റ് വെക്കാനുണ്ട്. പിന്നെ നമ്മൾ ഫാബ്രിക്സിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ പൈപ്പിങ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഉൾവശത്തേക്ക്, നമ്മൾ സാറ്റിൻ്റെതാണ് പൈപ്പിങ് കൊടുത്തിട്ടുള്ളത്, അത് ഉൾവശത്തേക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല നമ്മൾ പുറത്തേക്ക് വരുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ ഫസ്റ്റ് ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ബാക്ക് വശത്തേക്കുള്ളത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിങ്ങനെ കവർ ചെയ്തിട്ട് എടുക്കണം എന്നുള്ളത്, അതും കൂടെ ഒന്ന് ജസ്റ്റ് അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് പോർഷൻസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊന്ന് കവർ ചെയ്തിട്ട് തിരിച്ചിട്ടാൽ മതി. ഇതുപോലെ നമ്മൾ വെച്ചിട്ടാണ് നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെ തിരിച്ചിടുമ്പം ഇതുപോലെ നമുക്ക് ഇതുപോലെയാണ് വരിക. നമ്മളെ സാറ്റിൻ ഫാബ്രിക്കും കൂടെ ആ ഒരു വശത്തേക്ക് വരുന്ന രീതിയിൽ വരും. അപ്പോൾ ആ ഒരു വശം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കോട്ടണിലേക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ പുറത്തേക്ക് സ്റ്റിച്ചസ് വരും. ഇത് ഞാൻ ഇതുപോലെ നമ്മൾ കോട്ടൺ ഫാബ്രിക് നമ്മുടെ സാറ്റിൻ ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനിലുള്ളത് സ്റ്റിച്ച് ചെയ്തൊക്കെ ഉൾവശത്തേക്ക് തന്നെ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ചെയ്യാം. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. നമ്മൾ അതിന് ശേഷം നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുള്ള നെക്കും കൂടെ വെച്ചതിന് ശേഷം ആ വശത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ സിബും കൂടെ വെക്കാം. അപ്പോൾ സിബ് വെച്ചിട്ടുണ്ട്, ഞാൻ എല്ലാ വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡറൊക്കെ ഹൈഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിബ് നമ്മൾ സെയിം കളർ വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ വെക്കുക, അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ വീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ ഇതുപോലെ ആ ഒരു വീനക്ക് വരുന്ന ഭാഗത്തുണ്ടല്ലോ, അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ബോണിങ് നെറ്റ് നമ്മളെ 6 മീറ്റേഴ്സിൽ 6 മീറ്റർ നെറ്റിൽ നമ്മൾ ഇതുപോലെ ബോണിങ് നെറ്റ് വെച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഡേ കഴിഞ്ഞിട്ടാണ് ഇതെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1 ഡേ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുരുണ്ട് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളവിടെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ, അപ്പോൾ ഞാനിവിടെ ബോഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലൊരു ഫ്രോക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാനിങ്ങനെ ബോഡിയിലേക്ക് അതിങ്ങനെ ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആണോ, അതിൻ്റെ മെഷർമെൻറ്റും നമ്മുടെ നെക്കൊക്കെ എങ്ങനെ വൃത്തിയുണ്ടോ നോക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് നെക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ നെക്കൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നുള്ളത്, അത്രയേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ എടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഡമ്മി ഉള്ളതുകൊണ്ട് തന്നെ ഡമ്മിയിൽ കറക്റ്റായിട്ട് നോക്കൂട്ടോ എത്ര വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ടെയിലും കൂടെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓള് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പം മോളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫ്രില്ലിടുക, ബോണിങ് നെറ്റ് ചെയ്യാൻ, നമ്മുടെ ലൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്ററിന് ചെയ്തു തരും. നമുക്ക് ലാസ്റ്റ് ഇയറൊക്കെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇതൊരു പുതിയ പാറ്റേൺ ആയതുകൊണ്ട് നമ്മൾ നോർമലി ചെയ്യുന്ന ഫ്രോക്കൊക്കെ ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പാറ്റേൺസ് കൊടുത്താൽ അവർ ചെയ്ത് തരും. പിന്നെ ഇത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പം നമുക്കും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്സും സ്റ്റിച്ചിങ് ഒക്കെ വരുന്നതെന്നുള്ളത്. അപ്പം ചെയ്യാൻ പറ്റുന്നതൊക്കെ അവരൊക്കെ ചെയ്തു തരും കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വർക്കൊക്കെ നടക്കുന്നത്. ബോട്ടം പാർട്ടിൽ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു പീസ് ഉണ്ടല്ലോ വർക്ക് വരുന്നത്, അത് ഞാൻ ഇതുപോലെ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് നൂല് വലിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫ്രില്ല് നമുക്ക് എക്സ്ട്രാ വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 മീറ്ററിൻ്റെ വേസ്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ നെക്ക് സ്ലീവും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, മട്ടൺ പഫ് സ്ലീവ്. അതിൻ്റെ സ്ലീവ് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുന്നത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു ഫാബ്രിക്കും കൂടെ നമ്മൾ നെറ്റ് ഫാബ്രിക് തന്നെ കൊടുക്കാറുണ്ട്. കാരണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഷേപ്പ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാന്നുള്ളതിൽ. പിന്നെ നമ്മൾ സാധാരണ സാറ്റിൻ്റെതും കൊടുക്കാറുണ്ട് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു ഫ്രോക്കിലൊക്കെ നമ്മൾ സെയിം ഫാബ്രിക്കിൻ്റെ തന്നെ വർക്ക് വരുന്ന ഫാബ്രിക്കിൻ്റെ തന്നെ ബോ ബിഗ് സൈസുള്ള ബോ കൊടുക്കാറുണ്ട്. അപ്പം അത് നമുക്കൊന്ന് ഈ ഒരു നെറ്റ് ഫാബ്രിക് കാണുകയും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കേട്ടോ. നിങ്ങൾക്ക് സാറ്റിൻ്റെ വേണമെങ്കിൽ സാറ്റിൻ്റെ തന്നെ വെക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് കാണുകയും ചെയ്യില്ല, നെറ്റ് ഫാബ്രിക് തന്നെ ആകുമ്പോൾ കാണില്ലല്ലോ, സെയിം ഫാബ്രിക്. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആ ഒരു ഫാബ്രിക്കിലേക്ക് അല്ല ബോഡി പാർട്ടിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ പാർട്ട് ഉണ്ടല്ലോ അതിങ്ങനെ സെറ്റാക്കിയിട്ട് പിന്നെ ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ പ്ലീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഓൾറെഡി ഗ്യാദേഴ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നെറ്റ് ഫാബ്രിക് ഉണ്ടല്ലോ, നമ്മൾ ബോണിങ് നെറ്റ് വെച്ചിട്ടുള്ള അതും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ സാറ്റിൻ ഫാബ്രിക്കൊക്കെ ഓരോ ലെയേഴ്സായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സാറ്റിൻ ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജസ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നർ വരുന്ന ലൈനിങ്ങിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ നമ്മുടെ ഈ ഒരു ബോട്ടം പാർട്ട് മാത്രം ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലുക്കിലാണ് വരുന്നത്, ഇത്രയും ഫ്രില്ലാണ് വരുന്നത്. നിങ്ങൾക്ക് എത്ര ഫ്രില്ല് വേണം അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ ഫാബ്രിക് എടുക്കാം. കുറച്ച് ഫ്രില്ല് മതിയെങ്കിൽ ജസ്റ്റ് ഒരു സർക്കിൾ പോലെ മതിയെങ്കിൽ അത്രമാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് പ്ലീറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ പ്ലീറ്റ്സ് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുൾ സർക്കിൾ തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിലാണ് വരിക. സ്ട്രെയിറ്റ് കട്ട് ആണെങ്കിൽ നമുക്ക് മുകളിലും താഴെ ഒരേപോലെയാണ് ഉണ്ടാവുക, ഫ്രില്ല് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗി. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യൽ. ഇനി ഇതിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് നമ്മുടെ നെറ്റ് ഫാബ്രിക്കും അതുപോലെ തന്നെ സാറ്റിൻ ഫാബ്രിക്കൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ നോർമലി ഫ്രോക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നെറ്റ് ഫാബ്രിക് ആദ്യം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം സാറ്റിൻ കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. നമ്മളിവിടെ നെറ്റ് ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2 ലെയർ, ഫസ്റ്റ് ലെയർ നമ്മളിതുപോലെ വെച്ചിട്ട് നമ്മൾ ഫ്രോക്കിൻ്റെ ആ ഫസ്റ്റ് ലെയർ ഫുൾ സർക്കിൾ തന്നെ കട്ട് ചെയ്തിട്ട് പ്ലീറ്റ് വരുന്ന രീതിയിലാണ്. അപ്പോൾ ഇത്രയും പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫാബ്രിക് എടുക്കുക, ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ നമുക്ക് സാറ്റിൻ ഫാബ്രിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കോട്ടൺ ഫാബ്രിക് വെച്ചിട്ട് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ സാറ്റിൻ ഫാബ്രിക് ഫുൾ സർക്കിൾ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാറ്റിൻ ഫാബ്രിക്കും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടെങ്കിൽ അത് പ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, വേസ്റ്റിൻ്റെ ഭാഗത്ത്. ഇവിടെ ഞാൻ നെറ്റ് ഫാബ്രിക് നമ്മുടെ സാറ്റിൻ ഫാബ്രിക്കും എല്ലാം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇൻസൈഡ് വരുന്നത്. കണ്ടോ, നമ്മൾ സാറ്റിൻ ഫാബ്രിക്കൊക്കെ സർക്കിൾ തന്നെ എടുത്തുകൊണ്ട് ആ ഒരു രീതിയിലാണ് വരിക. അപ്പം തന്നെ നമുക്ക് മാക്സിമം ഒരു പഫി ആയിട്ടുള്ള ലുക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ കോട്ടൺ ലൈനിങ് കൂടി വെക്കുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാകും. നമ്മൾ കോട്ടൺ ലൈനിങ് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ വെക്കാം. എക്സ്ട്രാ പഫി ആവണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കണ്ടൻ ഫാബ്രിക്കോ അല്ലെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ബോണിങ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു ലൂപ്പ് സ്കേർട്ടൊക്കെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ കോട്ടൺ ഫാബ്രിക് ഈ ഒരു സ്റ്റിച്ചസൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോട്ടൺ ലൈനിങ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കോട്ടണിൽ 1 ലെയറായിട്ട് ബോണിങ് നെറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യാം. ഞാനിവിടെ നമ്മൾ ഇതിൻ്റെ തന്നെ മോമിൻ്റെ ഡ്രസ്സും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ എക്സ്ട്രാ ബോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബോൻ്റെ മേക്കിംഗ് വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോനേക്കാളും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന്. ഇതിലിപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നിട്ട് ഇത്രയും ലെങ്തിയാണ്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. സ്റ്റിച്ചൊക്കെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ് സ്റ്റിച്ചൊക്കെ വരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ വിത്ത് us.